ജനുവരി 1 തൊട്ട് ഇന്ന് വരെ ദൈവം നമ്മളെ നടത്തി. അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി. നമ്മളെല്ലാ വർഷവും ജാനുവരിയിലേക്ക് കടക്കുമ്പോൾ ഉപവാസം എടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പിലത്തെ വർഷവും അതിൻ്റെ മുമ്പിലത്തെ വർഷവും എല്ലാം നമുക്ക് ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു, 40 ദിവസത്തെ. അത് ഈ വർഷം വേണോ? എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രാർത്ഥന വേണമെങ്കിൽ ഏതായാലും ഈ വർഷവും നമുക്കത് നടത്തണോ? വേണോ? പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് നമുക്കങ്ങ് നടത്തിയേക്കാം എന്നല്ല. പ്രാർത്ഥന ആവശ്യമാണ്. നമുക്ക് ഈ വർഷവും നമുക്ക് അത് തുടരണം. അതിൻ്റെ ക്രമീകരണങ്ങൾ പാസ്റ്റർ ചെയ്യും. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ ആണ്ട് അവസാനം നമ്മൾ ഈ വാക്യമൊക്കെ അത് തോമസ് ബ്രദറിൻ്റെയാണ് ആ ശുശ്രൂഷ. അത് കൃത്യമായിട്ട് അത് ഏറ്റെടുത്ത് ചെയ്തോണം. ആമേൻ. ഈ വർഷം ഒടുവിലത്തെ നമ്മുടെ മീറ്റിങ്ങിൽ ഇപ്പോഴേ ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാരണം പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പലരും പുതിയ തീരുമാനം എടുക്കണം. 2025 പോലല്ല, 26 കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കാൻ തീരുമാനങ്ങൾ എടുക്കണം. 26 നമുക്ക് ചില കുടുംബങ്ങളെ കർത്താവ് തരണം. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഓർത്തുകൊണ്ട് ആ വിഷയത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം കേട്ടോ. പാസ്റ്ററുടെ പിതാവിൻ്റെ മരണത്തിൽ എല്ലാവരും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. പിതാവിൻ്റെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹത്തോടെ നടന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. ദൈവദാസൻ അങ്ങനെ ഒരു വിഷമം ഉണ്ടായപ്പോൾ എല്ലാവരും വിളിക്കുകയും എല്ലാവരും സഹകരിക്കുകയും എല്ലാവരും കരുതുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ മാനിക്കട്ടെ. തീർച്ചയായിട്ടും ഇനിയും നമുക്ക് എന്ത് ചെയ്യണം? എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരുതുകയും സ്നേഹിക്കുകയും ചെയ്യണം കേട്ടോ. ഇനി കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ തീരുമാനിക്കുക. നമ്മൾ വായിക്കേണ്ട വാക്യങ്ങൾ മത്തായി 20 ഏറ്റവും ഒടുവിൽ മുന്തിരിത്തോട്ടത്തിൽ കയറിയ ആളുകളെ എത്ര നേരം ജോലി ചെയ്തു? 1 മണിക്കൂർ. അവർ കയറിയതെപ്പോഴാ? 11 മണി നേരത്തെ. അവരിറങ്ങി വേല നിർത്തിയതെപ്പോഴാ? 12. 1 മണിക്കൂറേ പണിതുള്ളൂ. ഒരു ദിവസത്തെ കൂലി 1 വെള്ളിക്കാശ. 1 വെള്ളിക്കാശ കേട്ടോ. അപ്പം 300 വെള്ളിക്കാശിൻ്റെ തൈലം മറിയം കാലിൽ ഒഴിച്ചപ്പോൾ അത് എത്ര ദിവസത്തെ വേലക്കൂലിയാ? 1 വർഷത്തെ. നമ്മളാണല്ലോ സ്തോത്രം, 1 വർഷത്തെ മുഴുവൻ പൈസ കർത്താവിന് കൊടുക്കുവോ? അത്രയും ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ടതാ. അത്രയും ദൈവത്തെ ഞങ്ങൾ ഇനി ആരാധിക്കാൻ തീരുമാനിക്കുന്നില്ലെന്നാണ് എല്ലാവരുടെ തീരുമാനം. അപ്പൊ 300 വെള്ളിക്കാശിന്റെ തൈലം കൊടുത്തു മറിയ കാലേപ്പുഷി. സ്തോത്രം. അത്രയൊന്നും കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ. പക്ഷേ ആ 1 മണിക്കൂർ അവര് പണിത പണിയല്ല അതിൻ്റെ ഉടമസ്ഥൻ നോക്കിയത്. പണിയല്ല നോക്കിയത്. ഉടമസ്ഥൻ നോക്കിയത് 2-3 കൂട്ടം. ഒന്ന്, അതാ ഇനി 1 മണിക്കൂറേ ഉള്ളൂ, നമുക്ക് എന്ത് ചെയ്തേക്കാം, തിരിച്ച് വീട്ടിൽ പോയേക്കാന്നും പറഞ്ഞ അവർ വീട്ടിൽ പോയോ? ഇല്ല. വേലയ്ക്ക് ആരെയും വിളിക്കുമെന്നോർത്ത് അവർ വേലയ്ക്ക് വിളിക്കുന്ന സ്ഥലത്ത് നിൽക്കുക, വീട്ടിൽ പോയില്ല. അവിടെ അങ്ങനെ വായിക്കില്ല, ഞങ്ങളെ ആരും വിളിച്ചില്ലെന്ന. ആ 1 മണിക്കൂർ അവരെന്ത് ചെയ്തു? കിട്ടിയ സമയം പെട്ടെന്ന് അവരതിനകത്ത് കയറി. കൂലി ഒന്നും ചോദിക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ അകത്ത് കയറി പണിയെടുത്തു. ഒന്നും പ്രതീക്ഷിച്ചില്ല, കൂലി ഒന്നും ചോദിച്ചില്ല. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് അല്ലേ. പക്ഷെ ആദ്യം കയറിയൊരു കൂലി ചോദിച്ചു. ഞങ്ങൾക്ക് 1 വെള്ളിക്കാശ് തരണമെന്ന് പറഞ്ഞു. 1 വെള്ളിക്കാശ് തരാതെ ഞങ്ങൾ തോട്ടത്തിനകത്ത് കയറത്തില്ല എന്ന് അവർ പറഞ്ഞു. 1 വെള്ളിക്കാശ് ഞങ്ങൾക്ക് തരണം. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം തലക്ക പറഞ്ഞത് പൈസയാണ്. രണ്ടാമത് അവരെന്ത് ചെയ്തു? എഗ്രിമെന്റ് വെച്ചു, വ്യവസ്ഥ വെച്ചു, ഞങ്ങൾക്ക് ഇത് കിട്ടണം, ഇങ്ങനെ കിട്ടണം. അങ്ങനെ വ്യവസ്ഥ വെച്ചും നിയമം വെച്ചും ചെയ്യേണ്ടതല്ല സുവിശേഷ വേല. അങ്ങനെ ചെയ്യരുത്. നമ്മൾ പലരും വ്യവസ്ഥയും നിയമം വെച്ചിട്ടുണ്ട്. ഇനി പാസ് ഇവിടെ കിടന്ന് എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇതിൽ കൂടുതൽ നിന്റെ നിയമം എടുത്ത് കളാ,
നിന്റെ വ്യവസ്ഥകൾ എടുത്തു കള, നിന്റെ ഡിമാൻഡുകൾ എടുത്തു കള. ഒന്നാമത്തെ കൂട്ടരുടെ ഡിമാൻഡാ, എന്തു പറഞ്ഞാലും ഒരു വെള്ളിക്കാശ് കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, തോട്ടത്തിൽ കയറുകയുള്ളൂ, ഇല്ല ഞങ്ങൾ കയറുകയല്ല. സ്തോത്രം. ഡിമാൻഡ് വെച്ചു. പിന്നെ കണക്ക് പറഞ്ഞു, കൃത്യമായി കണക്ക് പറഞ്ഞു. എത്ര കിട്ടണം? ഒരു വെള്ളിക്കാശ് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റും. അങ്ങനെ കണക്ക് കൃത്യമായി വെച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഇനി നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് എന്തുണ്ട്, ഇത്രയും മതി, ഇതിനപ്പുറത്തോട്ട് നമ്മളൊന്നും ചെയ്യത്തുമില്ല, പ്രവർത്തിക്കത്തുമില്ല, പോകത്തുമില്ല, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യത്തില്ല. ആ കണക്കൊന്ന് എടുത്തു കളയാവോ? എടുത്തു കളയാവോ ഇന്ന് രാത്രി? സ്തോത്രം. ആമേ. അവരാ കണക്ക് വെച്ചു, കണക്ക് കറക്റ്റായിട്ട് കണക്ക് പറഞ്ഞു. പിന്നെ ഡിമാൻഡുകൾ വെച്ചു, വ്യവസ്ഥകൾ വെച്ചു. ഏറ്റവും ഒടുവിൽ കയറിയോരെ ഡിമാൻഡ് വെച്ചില്ല, വ്യവസ്ഥ വെച്ചില്ല, കണക്ക് പറഞ്ഞില്ല. കിട്ടിയ സമയം എന്ത് ചെയ്തു? 1 മണിക്കൂറേ അവർക്ക് കിട്ടിയുള്ളൂ. ആ 1 മണിക്കൂറ് ആത്മാർത്ഥമായി അവർ ജോലി ചെയ്തു. ലിലിയ പറഞ്ഞേ, ഞാൻ ചോദിക്കട്ടെ, 2026 കിട്ടുന്ന സമയം ആത്മാർത്ഥമായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമോ? പ്രവർത്തിക്കുമോ? സ്തോത്രം. അതിന് തയ്യാറാണോ? പാസ്റ്റർക്ക് വേണ്ടി ഒന്നും ആരും ചെയ്യണ്ട, ആർക്കും വേണ്ടി ചെയ്യണ്ട, ദൈവത്തിന് വേണ്ടി ചെയ്യുമോ? മുന്തിരിത്തോട്ടത്തിലെ വേല. ഹല്ലേലൂയ. ആ മുന്തിരിത്തോട്ടം ഏതാണെന്ന് 1-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, സ്വർഗരാജ്യം. അങ്ങനെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ? 1 മണിക്കൂർ കിട്ടിയുള്ളൂ. ആ 1 മണിക്കൂർ എന്ത് ചെയ്തു? അതുകൊണ്ട് അല്പസമയം കിട്ടിയാൽ അതൊട്ടും നഷ്ടപ്പെടുത്താതെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണോ? അതാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടി? ആ 1 മണിക്കൂറിന് ജോലി ചെയ്തപ്പോൾ 12 മണിക്കൂറിന്റെ കാശ് ഇതിന്റെ ഉടമസ്ഥൻ കൊടുത്തു. ഹല്ലേലൂയ പറഞ്ഞ് അവിടെ എഴുതിയിരിക്കുന്നത്, രാവിലെ വന്നവരുടെ കൂലി അവർക്ക് കൊടുത്തു. സ്തോത്രം. അവര് പണിതത് 1 മണിക്കൂറാണ്. അതുകൊണ്ട് ദൈവവൈദ്യരെ ഞാൻ ഒന്നുകൂടെ പറയുന്നു, 1 മണിക്കൂറെങ്കിലും ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ അതിന്റെ കൂലി തരുന്നവനാണ്. ഇരട്ടിയല്ല, 10 ഇരട്ടി തരുന്ന ദൈവം. കണ്ടോ? ഈ 1 മണിക്കൂർ ജോലി ചെയ്തവർക്ക് 12 മണിക്കൂറിന്റെ കാശ് കൊടുത്തു. ഹല്ലേലൂയ പറഞ്ഞ് 11 ഇരട്ടി അവർക്ക് കൂടുതൽ കൊടുത്തു. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ചെയ്യുവോ? എന്തെങ്കിലുമൊക്കെ ചെയ്യുവോ? 115-ാം സങ്കീർത്തനമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ 12-13 വാക്യമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ തന്റെ ജനത്തെ ഓർത്തു, ചെറിയവരെയും വലിയവരെയും അവൻ അനുഗ്രഹിക്കുന്നു. ഇസ്രയേൽ ഗ്രഹത്തെ അവൻ അനുഗ്രഹിക്കുന്നു, അഹരോൻ ഗ്രഹത്തെ അവനെ അനുഗ്രഹിക്കുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ പുള്ളി മറക്കില്ല. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ മറക്കാൻ കഴിയില്ല ദൈവത്തിന്. അഹരോനെ ദൈവം ഓർത്തിരുന്നു. എന്തിനാ? പുറപ്പാട് 17-ാം അധ്യായത്തിൽ മോശയുടെ കൈ തളർന്നപ്പോൾ അഹരോൻ എന്ത് ചെയ്തു? ആ കൈ തളരാതെ അതിനോട് ചേർത്ത് പിടിച്ച് ആ മോശയുടെ കൈയെ ബലപ്പെടുത്തി കൊടുത്തു. സ്തോത്രം. അങ്ങനെ അമാലേക്യരെ ജയിച്ചു. ദൈവം അത് ഓർത്തു. അത് ഓർത്തിട്ട് അഹരോൻ ഗ്രഹത്തെ മുഴുവനും ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ പറഞ്ഞ് 2-3 മണിക്കൂർ മോശയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ മോശ ജനത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ ആ കൈ ഒന്ന് താങ്ങി പിടിച്ചത് ഓർത്ത ദൈവം. ഹല്ലേലൂയ പറഞ്ഞ്, നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ദൈവത്തിന് നിന്നെ മറക്കാൻ കഴിയുകയില്ല. എന്തിനാ ദൈവം ഓർത്തത്? അനുഗ്രഹിക്കാൻ. ആ സങ്കീർത്തനം ഒന്ന് വായിക്കാം. 115. അവൻ നമ്മെ ഓർത്തിരിക്കുന്നു. കണ്ടോ? അവൻ നമ്മെ ഓർത്തിരിക്കുന്നു. എന്തിനാ ഓർക്കുന്നുള്ള? അവൻ അനുഗ്രഹിക്കും. കണ്ടോ? അനുഗ്രഹിക്കാൻ ഓർത്തിരിക്കുക. ആരെയൊക്കെ ഓർത്തെന്ന് വായിച്ചേ? അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. കണ്ടോ? ഇസ്രായേൽ ജനം ദൈവം പുറപ്പെടാൻ പറഞ്ഞ
അനുഗ്രഹിച്ചു, മോശയോട് കൂടെ ശുശ്രൂഷയ്ക്ക് നിന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു, ആദ്യമേ ഞാൻ ചോദിക്കുന്നത്, ഞാനും എന്റെ ദേശത്തുള്ളത്രയും 2025 കുടുംബമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കെ. തീർച്ചയായും ദൈവങ്ങളുടെ മറക്കത്തിൽ. അത് തന്നെയല്ല, ഒറ്റ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിച്ചവർക്ക് 11 ഇരട്ടി കൂലിയാണ് ഇതിന് ഉടമസ്ഥൻ കൊടുത്തത്. ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പൊ മത്തായിയുടെ സുവിശേഷം നിങ്ങൾ കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഒടുവിൽ വന്നവർ 1 മണിക്കൂർ പണിതവർക്ക് എത്ര കിട്ടി? 11 ഇരട്ടി. ദൈവത്തിന് നന്മ കൊടുത്തെങ്കിൽ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, ഈ രാത്രി ഞാൻ ഉറപ്പു തരുന്നു, അനേകം മടങ്ങ് നന്മ ഓർത്തിരുന്നവൻ നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. മറക്കത്തില്ല. ഇബ്രാഹിം ലേഖനം 6-ാം അധ്യായത്തിലും അത് കിടപ്പുണ്ട്. ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ലെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് 2026 കടക്കുമ്പോൾ കർത്താവിന്റെ വേല സന്തോഷത്തോടെ ഏറ്റെടുത്ത് ചെയ്യണം. സന്തോഷത്തോടെ. ആമേൻ, 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 ആമേൻ. സന്തോഷത്തോടെ എല്ലാ കുടുംബത്തെയും സ്നേഹിക്കുക, കരുതുക, എല്ലാ കുടുംബത്തിനു വേണ്ടി നിൽക്കുക, ദൈവസഭയുടെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക, കൊടുക്കുക, മേടിക്കുക, സുവിശേഷം പറയാവുന്നിടത്തൊക്കെ പറയുക. തീർച്ചയായും അതിൻ്റെ നന്മയുണ്ട്. തീർച്ചയായും അതിൻ്റെ കണ്ടോ, ആ 1 മണിക്കൂർ ദൈവത്തിന് വേണ്ടി അവര് ചെലവഴിച്ചു. അവര് പുറകോട്ട് പോലും ഇങ്ങനെ നിൽക്കുകയായിരുന്നു. 1 മണിക്കൂറേ കിട്ടിയുള്ളൂ. അത് സന്തോഷത്തോടെ അവരത് ചെയ്തു. സന്തോഷത്തോടെ. സ്തോത്രം. നോഹയുടെ കുടുംബത്തെയോ ഒരു 10 വർഷത്തെ വേല ദൈവം അങ്ങോട്ട് ഏൽപ്പിച്ചു. 10 കൂടുതലാ. ആ കുടുംബം അതങ്ങ് ഏറ്റെടുത്തു. കർത്താവ് പറഞ്ഞു, നോഹേ, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പെട്ടകം പണിയണം. അത് ഞാൻ നിന്നെ ഏൽപ്പിക്കുക. പെട്ടകം ഒരു തടസ്സവും പറഞ്ഞില്ല. വല്ലതും തടസ്സവും പറഞ്ഞോ? കർത്താവേ, പ്രൈസ് ദി ലോർഡ്, ബുദ്ധിമുട്ടാണ്, ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും കൂടെ നോക്കിയ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, ഞങ്ങളുടെ കാശില്ല, നടക്കുമെന്ന് ബുദ്ധിമുട്ടാ, ഇതുവെല്ലാം പറഞ്ഞോ? എന്തേലും പറഞ്ഞോ? നമ്മളൊന്ന് പറഞ്ഞോട്ടെ, പക്ഷെ അതേ ഈ ആഴ്ച നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതാ ഈ ആഴ്ച അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും തടസ്സം ദൈവദാസം പറഞ്ഞോ? ഇനി 3 ആമക്കളാ. മക്കളോട് എന്തേലും പറഞ്ഞോ? എടാ, നീ ഒരു കാര്യം ചെയ്യണം, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നിങ്ങൾ പണിയണം, ബുധനാഴ്ചയും വ്യാഴാഴ്ച അവര് പണി, ഇങ്ങനെ വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല. അവരെല്ലാരും എന്ത് ചെയ്തു? ഒന്നിച്ചു നിന്ന് വേല ചെയ്തു. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം അവര് വേല ചെയ്യുന്നതിൽ കണക്കില്ല അവർക്ക്. നമുക്കൊരു കണക്കുണ്ട്. ഞാൻ വെള്ളിയാഴ്ച മാത്രം, അല്ല ഞാൻ തിങ്കളാഴ്ച, സ്തോത്രം, ചിലർ വെള്ളിയാഴ്ച മാത്രം, ചിലർ തിങ്കളാഴ്ച മാത്രം, ചിലർക്കൊരു കണക്ക് വെച്ചു 2 മണിക്കൂർ എല്ലാം. ഈ ആഴ്ച 4 പ്രാർത്ഥന ഞങ്ങളെ കൊണ്ട് നടക്കുകയല്ല, ഉത്സാഹിച്ചാൽ നടക്കും. ഇനി അങ്ങനെ വിഷമിച്ച് നടത്തണമെന്നല്ല ഭാഷ പറഞ്ഞത്. ദൈവവേലയുടെ കണക്കുകളൊക്കെ എടുത്തു കളയും. ആ കുടുംബങ്ങളെല്ലാം എന്ത് ചെയ്തു? ആ വലിയ വേല ഏറ്റെടുത്തു. ആ വലിയ വേല, ആ പെട്ടകം, കപ്പൽ, എൻ്റെ അതിൻ്റെ കണക്കൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ വേണേ നിങ്ങൾക്ക് എടുത്തു തരാം അതിൻ്റെ കണക്കും കാര്യങ്ങളും എല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കോടിക്കണക്കിന് രൂപ അതിന് ചെലവാ ദൈവമക്കളെ. പൈസയുടെ കണക്ക് പറഞ്ഞില്ല, പൈസ ചോദിച്ചില്ല, പിരിവെടുത്തില്ല, ഒന്നും പറഞ്ഞില്ല, ആരോടും എന്ത് ചെയ്തില്ല, ഒരു സഹായം നോഹ ചോദിച്ചില്ല. ചോദിച്ചോ? നോഹ തന്നെ കഷ്ടപ്പെട്ട് നോഹയുടെ ഭവനത്തിലുണ്ടായിരുന്ന നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് തോന്നുന്നത് ബൈബിളിൽ അത് എഴുതിയിട്ടില്ല. ഓക്കെ. ശീബയുടെ പുറകിരിക്കുന്ന കസേര കൂടെ അപ്പൊ ചാരി ഇരിക്കുന്നത്. കയ്യൊക്കെ വെക്കും. അവൾ മതിയോ? നോഹ എന്ത് ചെയ്തു? ആ വേല ചെയ്തു. സ്തോത്രം. വലിയ കഷ്ടപ്പാടുള്ള വേലയായിരുന്നു. പൈസ ഒത്തിരി ചെലവുള്ള വേലയായിരുന്നു. പെട്ടകം പണിയണ്ടേ? പ്രൈസ് ദി ലോർഡ്. നോഹയ്ക്ക് ഒന്നുമില്ലായിരുന്നു.
നോഹയ്ക്ക് ആകെ കൂടെ ഉള്ളത് എൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞാല് കറവ പശുവിനെ മൊത്തം വിറ്റ്, കഴുത്തിലും കാതിലും എല്ലാം വിറ്റ്, പറമ്പിൽ കിടന്ന തടി മൊത്തം വെട്ടി വിറ്റ്. എന്നിട്ടും തീർന്നു കാണുകയില്ല. എന്നിട്ടും ഇതിന്റെ പണി തീർന്നു കാണുകയില്ല. അതുപോലെ ചെലവായി. നോഹ വല്ല കണക്കും പറഞ്ഞോ? നോഹയുടെ മക്കള് വല്ല കണക്ക് പറഞ്ഞായിട്ട് ബൈബിളിൽ കിടപ്പുണ്ടോ? നോഹയുടെ ഭാര്യ വല്ല കണക്കോ പെറുപെറുപ്പ്? നിങ്ങൾക്കറിയാമല്ലോ, ഈ തൂത്തുവാരുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ആശാരിമാരിങ്ങനെ ഇട്ടിട്ട് തടിയെല്ലാം ചെത്തി കിടക്കുക. ആ പെണ്ണും പിള്ളയ്ക്ക്, ആ വെല്ലുമിച്ചി നിലത്ത് കുത്തിയിരുന്ന് കാണുകയല്ല. ഇത്രയും പേർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണ്ടേ? സ്വോത്രം പറഞ്ഞേ. നോഹയുടെ വീട്ടിൽ തന്നെ എത്ര പേരുണ്ട്? 3 ആമക്കള് പണിതുകൊണ്ടിരിക്കുക കപ്പല്. അപ്പൻ പണിത് 4 പേരായോ? മരുമക്കള് 3 പേര്, 4 3 7 പേരായോ? ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഇവർക്ക് കുടിക്കാൻ വെള്ളവും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതുപോലെ തന്നെ ഇതെല്ലാം തൂത്തുവാരണ്ടേ? ആ തള്ള ഒരു 5-8-10 വർഷം നിലത്ത് തൊടാതെ നിന്ന്. നമ്മളാണേലോ ഒരു ദിവസം എന്തിരിച്ച പറയും, മിറ്റോ ദേഹത്ത് വേദനയാ, ദേഹത്തെ വേദനയാ. ഞാനാരെ കുറ്റം പറഞ്ഞല്ല. അവരുടെയൊക്കെ നടുവിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ അതെല്ലാം ദൈവത്തിന് വേണ്ടി സഹിച്ചു. ഹല്ലേലൂയ പറഞ്ഞ്. ദൈവത്തിന് വേണ്ടി. 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം കണ്ട ഉൽപ്പത്തി പുസ്തകത്തിൽ, ദൈവം നോഹയെ ഓർത്തു. ആരെ? 5-10 വർഷം ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച നോഹയും കുടുംബത്തെയും ദൈവമോർത്തു. ഹല്ലേലൂയ പറഞ്ഞ്. ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ ദൈവം മറക്കത്തില്ല. സ്തോത്രം പറഞ്ഞ്. ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച ഭക്തനെ മറക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ദൈവത്തിന് കഴിഞ്ഞില്ല. കൂടെ ഉള്ളവരെയും ദൈവം ഓർത്തു. സ്തോത്രം. ആമേ. നോഹയെ മാത്രമല്ല, നോഹയും കൂടെ ഉള്ളവരെയും ദൈവം ഓർത്തു. സ്തോത്രം. അപ്പൊ ദൈവത്തിന് വേണ്ടി 2026 കടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇന്ന് രാത്രി തീരുമാനിച്ചിട്ട് പോണം. ഹല്ലേലൂയ പറഞ്ഞേ. നമ്മളെ ദൈവത്തിന് ആവശ്യമുണ്ട്. കണ്ടോ, അഹരോൻ ഗ്രഹത്തെ ഓർത്തിരുന്ന് ദൈവം അനുഗ്രഹിച്ചു. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ്, ഇസ്രായേലിനെ മറന്നു പോകാതെ ഓർത്തിരുന്ന് ദൈവം അനുഗ്രഹിച്ചു. എന്താ കാര്യം? അവർ ദൈവം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. 40 വർഷം ദൈവത്തിന്റെ ആലോചന പ്രകാരം, അരുളപ്പാടും പ്രകാരം അവർ ദൈവത്തിന് വേണ്ടി യാത്ര പുറപ്പെട്ടു. ആ ജനത്തെ ദൈവം ഓർത്തനുഗ്രഹിച്ചു. സ്വത്രം പറഞ്ഞ്. ഇപ്പോഴും നമ്മൾ ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിച്ചിട്ടില്ല. ഇപ്പോഴും 100 പ്രമാണങ്ങൾ നമ്മൾ അനുസരിക്കാൻ കിടക്കുക. ഹല്ലേലൂയ പറഞ്ഞ്. കണ്ടോ, ദൈവം നോഹയെ ഓർത്തു. മെസ്സേജിലേക്ക് ഞാൻ വരികയാണ്. അതിനു മുമ്പ് ഇതോടെ ഒന്ന് പറഞ്ഞട്ടെ. നോഹയെ ഓർത്തു ദൈവം. ഇനി എന്തിനാ ഓർത്തെന്നൊന്ന് അറിയണ്ടേ? നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചേ. 8-ാം അധ്യായം. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ മേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്ത് നിന്നുള്ള മഴയും നിന്നു, വെള്ളം ഇടവിടാതെ ഭൂമിയിൽ ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. മതി. സ്തോത്രം. ദൈവം ഓർത്തു. 7-ാം മാസമായുള്ളൂ. അരാരത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറച്ചു. ദൈവം ഉറപ്പിച്ചു. 1 വർഷമായിട്ട് ഇങ്ങനെ കിഴക്കോട്ട് പോകും കാറ്റ് വരുമ്പം, പിന്നെ അത് പടിഞ്ഞാട്ട് പോകും കാറ്റ് വരുമ്പം, പിന്നെ അത് തെക്കോട്ട് വരും കാറ്റ് വരുമ്പോൾ, ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടക്കുക. വെള്ളം പൊങ്ങി ഒഴുക്ക് ഇതിൻ്റെ പുറത്തുകൂടെ. ജീവിതത്തിൽ എന്തായിത്തീരും എന്നറിയത്തില്ല. ആ പെട്ടകത്തിനകത്ത് ഭൂമി ഒന്നും കാണാൻ കഴിയാതിരിക്കുക. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. ദൈവം ഓർത്തു. എവിടെ കൊണ്ടുറപ്പിച്ചു? ഇതിനാണ് ദൈവം ഓർത്തത്. സ്തോത്രം പറയും. വർഷങ്ങളായിട്ടില്ലേ ഇതുവരെ ഒന്ന് ഉറയ്ക്കാൻ കഴിയാതെ. ഹല്ലേലൂയ പറഞ്ഞേ. ജീവിതത്തിനൊന്ന് ഉറയ്ക്കാൻ കഴിയാതെ, 4 പാടും ഇങ്ങനെ സ്ഥിരതയില്ലാതെ, ഉറപ്പില്ലാതെ, എവിടെയാണ്, എങ്ങനെയാണ്, എന്താണ് ഒന്നും അറിയാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം. എന്നാൽ കർത്താവ് തന്റെ ഭക്തനെ ഓർത്ത് അവനെ ഇളകാതെ വണ്ണം
ഒരു സ്ഥലം ദൈവം കരുതി. ആ സ്ഥലത്തിന്റെ പേരാണ് അരാരത്തെ. അവിടെ കൊണ്ടുചെന്നിട്ട് ദൈവം അതിനെ ഉറപ്പിച്ചു. ഹല്ലേലൂയ പറഞ്ഞ് ഈ രാത്രി ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെയും ഉറയ്ക്കാൻ കഴിയാതെ, ജോലിയിൽ ഉറപ്പില്ല, കുടുംബജീവിതത്തിൽ ഉറപ്പില്ല, ഇതുവരെയും പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇങ്ങനെ ഉറയ്ക്കാതെ നടക്കുകയല്ലേ. നിന്റെ കുടുംബം ഉറയ്ക്കണോ? നിന്റെ ജീവിതം ഉറയ്ക്കണോ? സ്തോത്രം. ഉറപ്പിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ പറഞ്ഞ് ഉറപ്പിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നീ ഈ ദിവസങ്ങളിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ നിന്റെ ഭവനത്തെ ഇളകാതെ വണ്ണം എന്നേക്കുമായി ഉറപ്പിക്കുവാൻ കർത്താവ് ശക്തരാ. 1 വർഷത്തിൽ മുകളിലായി ഈ ഭവനത്തിന് ഉറപ്പില്ലെന്ന്. അതിങ്ങനെ വെള്ളത്തിന് വെളുക്കൂടെ ഒഴുകി നടക്കുക. കാറ്റിങ്ങനെ തെക്കോട്ടും വടക്കോട്ടും ഒക്കെ കൊണ്ടുപോവുക. ചിലരെങ്ങനെയായി 10ഉം 15ഉം വർഷം കൂടെ ആയിട്ട് ഇന്നുവരെ ഒരു ഉറപ്പില്ല. സ്തോത്രം. ദൈവം ഓർത്തു തന്റെ ഭക്തനെ അരാരത്ത് പർവ്വതത്തിൽ കൊണ്ടുവന്ന് ഉറപ്പിച്ചു. നിങ്ങൾ വീട്ടിൽ പോയിരുന്നിട്ട് ഞാൻ അതിന്റെ ഇത് പറയാം. നിങ്ങൾ ഇന്ന് തന്നെ പോയി നോക്കണം കേട്ടോ. നോഹയുടെ കുടുംബക്കാരെ ആണ് അബ്രഹാം. 12ാം തലമുറയും നോഹ 10ാം തലമുറയുമാണ്. മനസ്സിലായോ? നോഹ ഏതാണ്ട് അവര് 2 തലമുറയുടെ വ്യത്യാസമുള്ളൂ. അബ്രഹാമിന്റെ വീട് ബാബിലോണിലാണ്, ഊർ പട്ടണത്തിലാണ്. അപ്പൊ നോഹയുടെ വീട് എവിടെയായിരിക്കും? അവിടെ തന്നെയാ. സ്തോത്രം. അവിടെ തന്നെയാ, ബാബിലോണിൽ തന്നെയാ. അരാരത്ത് പർവ്വതം എവിടെയാ? അത് ടർക്കിയിലാ. ഈ ബാബിലോണിൽ നിന്നും അരാരത്ത് പർവ്വതത്തിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇന്ന് തന്നെ പോയി നെറ്റിലൊന്ന് അടിച്ചു നോക്ക് കേട്ടോ. ഇന്ന് തന്നെ പോയി നിങ്ങൾ നെറ്റിലൊന്ന് അടിച്ചു നോക്കുക. ബാബിലോണിൽ നിന്ന്, അല്ലെങ്കിൽ ഇറാഖിൽ നിന്ന് പുരാതന ബാബിലോണിൽ നിന്ന് ടർക്കി വരെ പോകാൻ 900-ലധികം കിലോമീറ്റർ ഉണ്ട്. എഞ്ചിനില്ലാത്ത ഈ പെട്ടകം, ഇതിന് എഞ്ചിനില്ല, ഇതിന് ഓടിക്കാൻ കപ്പിയാരില്ല, ഇതിന് വടക്ക് നോക്കി യന്ത്രമില്ല, ഇതിന് ഡീസൽ ഇല്ലാത്ത ഈ പെട്ടകം 900-ലധികം മൈല് അകലെ കൊണ്ടുവന്ന് വലിയൊരു പർവ്വതത്തിന്റെ മുകളിൽ കർത്താവ് ഉറപ്പിച്ചു. സ്തോത്രം പറഞ്ഞ് പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവന്ന് കർത്താവ് ഏതേ പെട്ടകം ഉറപ്പിച്ചെന്ന് പറഞ്ഞു. ഒന്നും ഓർക്കണം, ഈ പെട്ടകം ഓടുന്ന സാധനമല്ലെന്ന്. ഇതിന് എഞ്ചിൻ ഇല്ലെന്ന്, ഇതിനെ ഓടിക്കാൻ ആളില്ല, ഇതിന് ഡീസലും ഇല്ല, ഒന്നുമില്ല. അവിടെ കൊണ്ടുവന്ന് ഉറപ്പിച്ചു. 900 മൈൽ കൊണ്ടുപോയി. അപ്പൊ എന്താ പഠിച്ചത്? പറഞ്ഞാട്ടെ, ഒറ്റ വാക്കിൽ അർത്ഥം പറയട്ടെ. ജീവിതത്തിൽ ഒരിക്കലും ഈ പെട്ടകം അവിടെ എത്തുകയില്ല. എത്താത്തോടത്ത് ദൈവം എത്തിച്ചു. ഹല്ലേലൂയ പറ. നിന്റെ ജീവിതത്തിൽ ഈ ബഹറി കടന്ന് 1000 വർഷം ജോലി ചെയ്താലും എത്താൻ പറ്റാത്ത ഉയർച്ചയിൽ സർവശക്തൻ എത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ പറഞ്ഞു. ഓക്കെ, നോക്കിക്കേ, ഈ പെട്ടകത്തെ അവിടെ കൊണ്ടുവന്ന് എത്തിക്കാൻ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയുകയില്ല. ഒരു മനുഷ്യനും കഴിയത്തില്ല. ഒന്നാമത്തെ കടലില്ല, മഴ പെയ്ത് വെള്ളം പൊങ്ങിട്ട് വേണം ഈ പെട്ടകം അവിടെ. നോഹയുടെ വീടിന്റെ മുറ്റത്ത്, നോഹയുടെ കടലിലല്ല താമസിക്കുന്നത്, നോഹയുടെ വീടിന്റെ മുറ്റത്തായി പെട്ടകം ഉണ്ടാക്കുന്നത്. ആ പെട്ടകം അവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്നുണ്ട്, വെള്ളം വേണ്ടേ? പത്രം പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ഓർത്തേ, ജീവിതത്തിൽ ഒരിക്കലും ഈ ഭക്തൻ എത്താൻ കഴിയാത്തോടത്ത് ആര് കൊണ്ടെത്തിച്ചു? വീട്ടുകാരുമല്ല, അപ്പനും അമ്മയൊന്നുമല്ല. അവിടെ വായിച്ചു കേട്ടോ, ദൈവം ഒരു കാറ്റടിപ്പിച്ചു. ഹല്ലേലൂയ പറഞ്ഞ് നോഹയ്ക്ക് വേണ്ടി മാത്രം ഒരു കാറ്റടിപ്പിച്ചിട്ട് വെള്ളത്തിന്റെ ഒഴുക്കുണ്ടായപ്പോൾ വെള്ളത്തോടുകൂടെ പെട്ടകം ഒഴുകിപ്പോയില്ല. വെള്ളം അവിടെ വായിക്കുന്ന കേട്ടായിരുന്നോ? വെള്ളം ഇറങ്ങി തുടങ്ങി. പുള്ളിക്കാരത്തി വായിച്ച് കേട്ടായിരുന്നോ? വെള്ളം ഇറങ്ങി തുടങ്ങുമ്പോ എന്ത് ചെയ്യും? വെള്ളം ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോകുമ്പോ വെള്ളത്തിൽ എന്തെങ്കിലും വിട്ടാൽ അത് ഒഴുകി താഴോട്ട്. പക്ഷെ ഈ പെട്ടകം വെള്ളത്തിനൊപ്പം പോയില്ല, അത് അരാരത്തിലേക്കാണ് പോയത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അരാരത്തെന്ന പർവ്വതത്തിലേക്ക് പോയി. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പറയുന്നു, ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചാൽ നിന്റെ ഭവനത്തെ ദൈവം ഉറപ്പിക്കും.
പ്രതികൂലത്തിന് നടുവില് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മഴയും കാറ്റും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും കഴിഞ്ഞ 1 വർഷമായി പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ച് ഈ പെട്ടകം ഉലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇതിന് ഉറപ്പില്ലാതിരിക്കുമ്പോൾ, ഇതിനെങ്ങും അടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ഇതിനെ അടുപ്പിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, ആ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ആരാരത്തിൽ ഉറപ്പിച്ച ദൈവത്തിന് പ്രതിസന്ധിക്കിടയിൽ നിന്നും, പ്രതികൂലത്തിനകത്തു നിന്നും, വെള്ളപ്പൊക്കത്തിന്റെയും കൊടുങ്കാറ്റിന്റെയും വലിയ പേമാരിയുടെയും ഒക്കെ ഇടയിൽ നിന്ന് ആരാരത്തിൽ കൊണ്ടുവന്ന് ഉറപ്പിക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ കുഞ്ഞെ, നിന്നെ മാനിക്കാൻ ദൈവത്തിന് കഴിയും. കർത്താവിന് വേണ്ടി നിൽക്കണം, പ്രവർത്തിക്കണം. എത്ര പേര് തീരുമാനിച്ചു കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തീരുമാനിച്ചോ? ഇപ്പൊ ഞാൻ 3-4 കൂട്ടംകാർ, ഒന്ന് ഞാൻ പറഞ്ഞത് 1 മണിക്കൂർ കിട്ടിയപ്പോൾ അത് കളയാതെ തോട്ടത്തിൽ വേല ചെയ്തു. അതുകൊണ്ട് 10 ഇരട്ടി നന്മ അവർക്ക് പോകാൻ നേരത്തെ ആ 1 മണിക്കൂറേ കിട്ടിയുള്ളൂ. ആ 1 മണിക്കൂർ എന്ത് ചെയ്തു? അവര് സന്തോഷത്തോടെ അതിനകത്ത് കയറി. അവരെല്ലാരും ആത്മാർത്ഥതയോടെ വേല ചെയ്തു. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു? 12 മണിക്കൂർ കൂടുതൽ പണിതോരുടെ കൂട്ടത്തിൽ കൂലി കിട്ടി. 1 മണിക്കൂർ പണി. അപ്പൊ ദൈവവേല എന്തെങ്കിലും കണ്ടോ? അഹരോൻ എന്താ ചെയ്തത്? മോശയുടെ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ച് മോശയോട് കൂടെ ശുശ്രൂഷയ്ക്ക് നിന്നല്ല ഉള്ളോ? സങ്കീർത്തനത്തിൽ വായിച്ചു കേട്ടോ, അഹരോൻ ഗ്രഹത്തെ മുഴുവനും ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ പറഞ്ഞ്, അഹരോൻ ഗ്രഹത്തെ മുഴുവനും ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. അപ്പൊ കർത്താവിന്റെ ദാസന്മാരോട് കൂടെ ചേർന്ന് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ദൈവം നിന്നെ മറക്കുവോ? അന്ന് ഈ സങ്കീർത്തനം മരിച്ചു കയറി കളഞ്ഞു. 15-ാം സങ്കീർത്തനം 110. ദൈവത്തിന് നമ്മെ മറക്കാൻ. അപ്പൊ ഇന്നത്തെ മെസ്സേജിലേക്ക് ഞാൻ വരികയാണ് കേട്ടോ. അവിടെ പുതുവർഷത്തിലെ മെസ്സേജ് ദൈവം എനിക്ക് തന്ന പ്രസംഗിക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞ മെസ്സേജ് തൊട്ടില്ല, അവിടെ കിടക്കുക. ഏതാ പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലേ? ദാവീദ് ശൗൽ എന്നെ കൊല്ലും, 27-ാം അധ്യായം അതാ പറഞ്ഞത്. ശൗൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ദാവീദ് എന്ത് ചെയ്തു? യെരുശലേമിൽ നിന്നും ഫെലസ്തീയ ദേശമായ ഗത്തിലേക്ക് പോയി. അതാ നമ്മൾ പറഞ്ഞത്. പക്ഷെ അത് പ്രസംഗിക്കാൻ നേരം കിട്ടിയില്ല. ഇപ്പോഴും അതോടെ കിടപ്പുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ശൗൽ എന്നെ കൊല്ലും, ഒരു ദിവസം ഞാൻ മരിക്കും. നമ്മളെല്ലാം ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പറഞ്ഞ എന്തുവാ? 15-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്, വായിക്കൊന്നും വേണ്ട. കർത്താവ് ശമൂവേലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ വേഗം ഇശായുടെ വീട്ടിൽ ചെല്ലേ, അവിടെ ഒരുത്തനെ ഞാൻ രാജാവായിട്ട് കണ്ടിട്ടുണ്ട്, അവനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. ശമൂവേല് അഭിഷേകത്തിന്റെ തൈലവുമായി അവിടെ ചെന്നിട്ട് രാജാവായി അഭിഷേകം ചെയ്തു. ഈ പുള്ളി പറയാണ്, ശൗൽ എന്നെ കൊല്ലും. അങ്ങനാണോ ശമൂവേല് പറഞ്ഞത്? ശമൂവേല് പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ രാജാവായി ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ പുള്ളി പറയാണ്, അത് നടക്കത്തില്ല, ശൗൽ എന്നെ ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, പാസ്റ്റർ അതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ദൈവാലോചനയ്ക്ക് അങ്ങനെ കിടക്കും. ദാവീദ് പോലും അങ്ങനെയാ പറഞ്ഞത്. ഒരു ദിവസം ശൗൽ എന്നെ കൊല്ലും, ശൗല് കൊല്ലുമെന്നല്ല ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞാൽ നീ ഇസ്രായേലിന്റെ മുഴുവൻ രാജാവായിരിക്കുമെന്നാ. സ്തോത്രം, മനസ്സിലായോ? അങ്ങനെ ദൈവീക ആലോചനക്കെതിരായിട്ട് ദാവീദ് സഞ്ചരിക്കുന്നതാണ് 27-ാം അധ്യായം. വീട്ടിൽ പോയി വായിച്ചു. ആ പോയ പോക്ക് മുഴുവനും നാശമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവിക ആലോചനയ്ക്ക് വിരുദ്ധമായി പോകരുത് കുഞ്ഞെ. അത് നീ നാശത്തിലേ ചെന്ന് വീഴത്തുള്ളൂ. ആരൊക്കെ പോയിട്ടുണ്ടോ അവരെല്ലാം അല്ലേ? യോനാ പോയി, നിനവയ്ക്ക് പോകേണ്ട പുള്ളി അങ്ങോട്ട് പോയി. ഒടുവിൽ എവിടെ ചെന്ന് അവസാനിച്ചത്? തിമിംഗലത്തിന്റെ വയറ്റിൽ ചെന്ന യാത്ര അവസാനിച്ചത്. സ്വോത്രം പറഞ്ഞ് മനുഷ്യയെ കുറിച്ച് നമ്മൾ കേട്ടില്ലേ? മനുഷ്യ പോയി എവിടെ ചെന്ന് അവസാനിച്ചത്? കൊളുത്തിനകത്ത് ചെന്ന് ബിലയാം പോയി. മര്യാദയ്ക്ക് ബിലയാമിനോട് ദൈവം പറഞ്ഞ് ഇസ്രായേലിനെ ശപിക്കാൻ പോകരുത്. പോയി എവിടെ ചെന്ന് അവസാനിച്ചത് നമ്മൾ കണ്ടോ? കഴുത വീണില്ലായിരുന്നെങ്കിൽ പെടലി പോയാനെ. സ്വോത്രം, വഴിയിലെല്ലാം ചെന്ന് തകർന്ന്. ആരെല്ലാം ദൈവീയ ആലോചന ഏറ്റെടുക്കാതെ
അതിന് വിരുദ്ധമായി പോയവരുടെ എല്ലാം ജീവിതത്തിൽ തകർച്ചകൾ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ ബൈബിളിൽ 100 കാര്യം ഞാൻ എടുത്തെടുത്ത് നിങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, 2025 തീരുന്നു, 26 ദൈവത്തിന്റെ ആലോചനക്കെതിരെ പോകരുത്, സമർപ്പിക്കാം. ദാവീദിനെ ഞാൻ കുറ്റം പറയുന്നില്ല. ദാവീദ് സാഹചര്യമാണ് നോക്കിയത്. സാഹചര്യം നോക്കിയപ്പോൾ ഭയങ്കര പ്രതിസന്ധിയാണ്. എപ്പോഴും ശൗലങ്ങ് കൊല്ലാൻ നടക്കുക, വാളും പരിചയൊക്കെ ആയിട്ട് നടക്കുക. ശൗല് വലിയ ശക്തനാ, രാജാവാണ്, പോലീസുണ്ട്, പട്ടാളമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാഹചര്യമൊക്കെ നോക്കിയപ്പോൾ ദാവീദ് ഓർത്തു, മിക്കവാറും നമ്മളും സാഹചര്യമാണ് നോക്കുന്നത്. സാഹചര്യം നോക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ജോലിക്കകത്തെ പ്രശ്നങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്ന 100 കൂട്ടം പ്രതിസന്ധികൾ. സാഹചര്യം നോക്കിയിട്ട് നമ്മളും പറയുകയാണ്, ഇവിടെ പാസ്റ്റർ പ്രസംഗിച്ച പോലെ എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. നടക്കുമെന്ന് സാഹചര്യം അങ്ങനെയല്ലേ കാണുന്നത്. നടക്കുമെന്ന് തോന്നുന്നില്ല. സ്തോത്രം. ദൈവം പറഞ്ഞാൽ അത് നടക്കും കേട്ടോ. അത് ഞാൻ അടുത്ത ആഴ്ച പറയാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ മെസ്സേജിലെ പോയിന്റുകൾ മാത്രം ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം ശ്രദ്ധിക്കുക. ഈ 2025 നമ്മൾ പൂർത്തീകരിച്ച് ഇവിടെ ഇരിക്കുന്ന പലരും ഇന്ന് ഈ ഡിസംബർ വരെ എത്തി. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം എത്തിച്ചു. നമ്മൾ എങ്ങനെയാണ് എത്തിയത്? ഇനി നമ്മൾ എങ്ങനെ മുൻപോട്ട് പോകും? അതൊക്കെ നമുക്ക് നോക്കാം. 27-ാം അധ്യായം ആദ്യം എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി എടുത്തോ? 1 തൊട്ട് ചില വാക്യങ്ങൾ വായിച്ചു. കപ്പൽ കയറി ഇതിലേക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും ഔഗുസ്ത പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു. ഒരു കാര്യം ചെയ്യും, മുഴുവൻ വായിക്കാൻ പോയ സമയം പോകും. നമുക്ക് ചില വാക്യങ്ങൾ മാത്രം എടുക്കാം കേട്ടോ. ഇത് നമുക്ക് പറഞ്ഞുകൊണ്ട് തീർക്കാനൊന്നും പറ്റത്തില്ല. അതിന്റെ 3, 4, 5 വാക്യം വായിച്ചു. പിറ്റേന്ന് ഞങ്ങൾ സീദോനിലെത്തി. യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു. സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദിച്ചു. അവിടെ നിന്നു ഞങ്ങൾ നീക്കി. കാറ്റ് പ്രതികൂലമാകിയാൽ കുപ്രോസ് ദ്വീപിന്റെ മറപറ്റി ഓടി. കിലിക്യ ഫംഫുല്യ കടൽ വഴിയായി ചെന്നു. കാറ്റ് പ്രതികൂലമാകയാൽ ഞങ്ങൾ കുപ്രോസ് ദ്വീപിന്റെ മറപറ്റി ഓടി. ഇതാണ് നമ്മൾ ഇവിടെ വരെ എത്തിയതിന്റെ രഹസ്യം. എന്താ? വിട്ടുപോകാത്ത ചില പ്രതികൂലങ്ങൾ മുമ്പോട്ട് വിടാതെ വളരെ ശക്തമായി നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. പക്ഷെ അടുത്ത ലൈൻ കണ്ടോ? കുപ്രോസ് ദ്വീപിന്റെ മറ പറ്റിയോടി. ഒരു മറ ദൈവം ഒരുക്കി. ആ മറ ഒരുക്കിയത് കൊണ്ടാണ് ഈ പ്രതികൂലത്തിന്റെ കാറ്റിനെ ജയിച്ച് ഇവിടെ വന്നത്. ഈ മറ ദൈവം ഒരുക്കിയില്ലായിരുന്നെങ്കിൽ 25 നീ പൂർത്തീകരിക്കത്തില്ലായിരുന്നു. സ്തോത്രം. ജീവിതത്തിന് നേരെ, ജോലിക്ക് നേരെ, നിന്റെ നന്മയ്ക്ക് നേരെ, ഭവനത്തിന് നേരെ, വിസയുടെ വിഷയത്തിലും ഒക്കെ ഈ പ്രതികൂലത്തിന്റെ കാറ്റ് വളരെ ശക്തമായി ആഞ്ഞടിച്ചപ്പോൾ അത് നിന്നെ തകർക്കാതിരിക്കാൻ ഒരു മറ ദൈവം ഒരുക്കി. ഇനി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആ മറയുടെ പേരാണ് അവിടെ എഴുതിയത്, കുപ്രോസ് എന്ന ദ്വീപിന്റെ മറ. അങ്ങനെ ഒരു മറ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഈ കപ്പൽ മുൻപോട്ട് പോകില്ലായിരുന്നു. ആ മറ കിട്ടിയത് കൊണ്ടാണ് ഇതിനെങ്ങോട്ട് മുമ്പോട്ട് സ്വത്രം പറഞ്ഞ്. ഇന്ന് രാത്രി ദൈവം ഇതില് നിന്റെ ജീവിതത്തിൽ ബിസിനസ്സുകാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറയട്ടെ, ബിസിനസ് ഓടാൻ പറ്റാത്ത നിലയിലുള്ള പ്രതികൂലത്തിന്റെ കാറ്റടിച്ചപ്പോൾ എങ്ങനെയാണ് അവിടെ കടന്നുപോയത്? മറ ദൈവം ഒരുക്കി തന്നു. മറയൊരുക്കി ആ കാറ്റിന്റെ ശക്തി ദൈവം കുറച്ചു. എങ്ങനെ കുറച്ചു? ഈ മറയെ തട്ടി. ഹല്ലേലൂയ പറഞ്ഞ്. ആ കാറ്റിന്റെ ശക്തി കുറഞ്ഞത് കൊണ്ട് ആ കാറ്റിന് നമ്മെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, തകർക്കാൻ പറ്റിയില്ല.
സ്തോത്രം. അതുകൊണ്ടാണ് ഇന്നിവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറഞ്ഞ നേഴ്സുമാരുണ്ട്, ഓഫീസിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലാതെ പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, ഇന്ന് രാത്രി അതുപോലെ കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കുന്നവരുണ്ട്. 100 പ്രശ്നത്തിലൂടെ പോയവരുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്നു, നമ്മൾ ഇവിടെ എത്തിയത് ദൈവം മറച്ചിട്ടാണ്. ദൈവം ഓരോ മറകൾ ഒരുക്കി നമ്മളെ മറച്ച് നമ്മൾ തകരാതെ ഇവിടം വരെ എത്തിച്ചു. ഹല്ലേലൂയ പറ. ഈ കുപ്രോസ് ദ്വീപിന്റെ മറ ദൈവം ഒരുക്കി കൊടുത്തത് കൊണ്ട്, ആ മറയിൽ കാറ്റടിച്ച് അതിന്റെ ശക്തി കുറച്ചത് കൊണ്ട് അവർക്ക് അവിടെ കടന്നു പോരാൻ കഴിഞ്ഞു. സ്തോത്രം, സ്തോത്രം. ഒരു വാക്ക് എല്ലാരും ഹല്ലേലൂയ ദൈവത്തിന് പറ. ഈ മറയില്ലെങ്കിൽ രോഗം വന്നില്ലേ? രോഗത്തിന്റെ ശക്തി, പ്രതികൂലങ്ങള്, അതുപോലെ ജോലി സ്ഥലത്തൊക്കെ ഇങ്ങനെ പ്രതികൂലത്തിന്റെ കാറ്റടിക്കുന്നത് പോലെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നിലയിലുള്ള പ്രതിസന്ധികൾ ആഞ്ഞടിച്ചപ്പോൾ അതിനെ തടയാൻ ഒരു മറ ദൈവം ഒരുക്കി ഇവിടത്തോളം ദൈവം എത്തിച്ചു. കണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. രണ്ടാമത്തത് നോക്കിക്കേ, സ്തോത്രം. 7-8 വാക്യം വായിച്ചു. പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി ക്നീദോസ് തൂക്കിൽ പ്രയാസത്തോടെ എത്തി. കാറ്റ് സമ്മതിക്കായകിയാൽ ക്രേത്ത ദ്വീപിന്റെ മറപറ്റി സമ്മതിക്കാത്ത കാറ്റ്. കണ്ടോ? സമ്മതിക്കാത്ത കാറ്റ്. ഒരു വിധത്തിൽ ഈ ദേശത്ത് നിൽക്കാൻ സമ്മതിക്കത്തില്ല, ജോലിയിൽ ഒട്ടും സമ്മതിക്കത്തില്ല. സ്തോത്രം. മുമ്പോട്ട് പോകാൻ ഒരു വിധത്തിലും പ്രതികൂലങ്ങൾ സമ്മതിക്കത്തില്ല. എങ്ങനെയാണ്? ജോലിയിൽ മാത്രമല്ല, വിസാട വിഷയത്തിലും ബിസിനസ്സിലും സാമ്പത്തിക വിഷയത്തിലും ഒക്കെ ഒരു വിധത്തിലും സമ്മതിക്കാത്ത ചില കാറ്റുകൾ ആഞ്ഞടിച്ചപ്പോഴും അവിടെയും ദൈവം മറയൊരുക്കി. അന്നേരം ഒരുക്കിയ മറയുടെ പേരാണ് ക്രേത്ത ദ്വീപ്. ഹല്ലേലൂയ പറഞ്ഞ്. ഈ മറ ഒരുക്കിയില്ലായിരുന്നെങ്കിൽ തകർന്ന് പണമായി പോയേനെ. കാരണം ഒരു വിധത്തിലും മുൻപോട്ട് വിടാതെ സമ്മതിക്കാതെ ഈ കാറ്റ് ശക്തമായി ആഞ്ഞടിച്ചു കൊണ്ടിരുന്നു. ആ ശക്തമായി ആഞ്ഞടിച്ച് പലരും ഇവിടെ നിന്ന് നിർത്തി പോകേണ്ടവരാ. ഹല്ലേലൂയ പറ. സ്തോത്രം. പതിവ് ജോലിയില് തകർന്നു പോകേണ്ടതാ. എന്നാൽ അവിടെ എല്ലാം ദൈവം മറയൊരുക്കി. അതുപോലെ ചില അനർത്ഥങ്ങളും അപകടങ്ങളും ആപത്തുകളും ശക്തമായി വന്നപ്പോൾ അവിടെയും ചില മറയൊരുക്കി. എന്ന് പറയത്തില്ലേ, പ്രൈസ് ദി ലോർഡ്. അല്ല, തലേ കൊള്ളേണ്ടത് കണ്ണി കൊണ്ട് പോയെന്ന് പറഞ്ഞതുപോലെ വലിയ ചില അനർത്ഥങ്ങളൊക്കെ അപകടങ്ങളൊക്കെ വാഹനം ഓടിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ പലർക്കും വന്നപ്പോഴെല്ലാം ഈ മറയൊരുക്കി. ഇല്ലെങ്കിൽ ചെന്ന് ഇടിച്ചു കീറുന്നേരെ. സ്തോത്രം, സ്തോത്രം. ഒരു വിധത്തിലും മുൻപോട്ട് വിടാത്ത കാറ്റ്, സമ്മതിക്കാത്ത കാറ്റടിച്ചപ്പോൾ ക്രേത്ത ദ്വീപിന്റെ മറയൊരുക്കി. ഹല്ലേലൂയ പറ. അപ്പൊ നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത് ഇതുകൊണ്ടാ. ഈ മറ ദൈവം ഒരുക്കിയില്ലെങ്കിൽ 25 പൂർത്തീകരിക്കത്തില്ല. ഹല്ലേലൂയ പറ. ആമേൻ, 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 ആമേൻ. തലേ ദിവസം കിടക്കുമ്പം പലരും ചിന്തിച്ചു, നാളെ എങ്ങനെ എഴുന്നേറ്റ് ഞാൻ ജോലിക്ക് പോകുമെന്ന്. ഒടേതമ്പുരാൻ രാവിലെ ബലപ്പെടുത്തിയിട്ടാ. സ്തോത്രം. ഒടേതമ്പുരാൻ രാവിലെ ബലപ്പെടുത്തിയിട്ടാ. കേട്ടോ? സ്തോത്രം. മറ ദൈവം ഒരുക്കി. സ്തോത്രം. 9-ാമത്തെ വാക്യം വായിച്ച് 27. ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പ് കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് പൗലോസ് പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മളുടെ പ്രാണങ്ങൾക്ക് മേറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പലുടമസ്ഥന്റെയും വാക്ക് അധികം വിശ്വസിച്ചു. ആ തുറമുഖം കണ്ടോ? ദൈവാലോചനയ്ക്ക് കടകവിരുത്തം പോകുന്ന കണ്ടോ? പൗലോസ് എന്തോ പറഞ്ഞു? ഇപ്പൊ കപ്പൽ വിടല്ലേ, മുന്നോട്ട് പോയാൽ നമുക്ക് നാശം. പുള്ളി പറഞ്ഞത് കേട്ടോ? ഇവരാര് പറഞ്ഞതാ കേട്ടത്? കപ്പലിന്റെ ഉടമയും കപ്പൽ ഓടിക്കുന്നവരും ഒക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക വേണ്ട. പൗലോസ് ദൈവാലോചന പോകരുത് കേട്ടോ. എന്ത് സംഭവിക്കും? നമുക്ക് നാശം ഉണ്ടാകും, നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആര് കേൾക്കാനാ?
പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ പൊട്ടനൊക്കെ വിളിച്ച് പറയാനാ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറഞ്ഞു, ഇപ്പൊ വിടരുത്, ഒരു കാരണവശാലും നമ്മൾ പോകരുത്, പോയാൽ നമുക്ക് നാശമാണെന്ന് പൗലോസ് അവരോട് പറഞ്ഞപ്പോൾ ദൈവാലോചന അവര് തള്ളി, പുല്ലു വില കൊടുത്തില്ല. അവിടെ അങ്ങനെയാ വായിക്കുന്നത്, കണ്ടോ നിങ്ങളെ? 9-ാം 10-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു സിസ്റ്ററെ. ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് പൗലോസ്, പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മളുടെ പ്രാണങ്ങൾക്ക് മേറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പലുടമസ്ഥന്റെയും വാക്ക് അധികം വിശ്വസിച്ചു. ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായകയാൽ അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന ഫൊയ്നീക്ക എന്ന ക്രേത്ത് തുറമുഖത്ത് കഴിവുണ്ട്. പൗലോസ് നേരത്തെ പറഞ്ഞു, ഇവിടെ കപ്പല് ഇവിടെ വെയിറ്റ് ചെയ്യണം, ചില നാള് കഴിഞ്ഞിട്ട് പോകാൻ പറ്റത്തുള്ളൂ. കേട്ടില്ല? കപ്പൽ ഓടിക്കുന്ന പുള്ളിയുടെ ഉടമസ്ഥന്റെ യാത്രക്കാരുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മുമ്പേ പറഞ്ഞതിനേക്കാൾ ഒന്നുകൂടെ ആഴമായി ഞാൻ പറയാം. അതിന്റെ അർത്ഥം ഭൂരിപക്ഷം, ഇത് ഒരാളല്ല ഉള്ളോ പൗലോസ്, മറ്റോരോ ഓടിക്കുന്ന പുള്ളിയുണ്ട്, കപ്പലിന്റെ ഉടമസ്ഥനുണ്ട്, അതിനകത്ത് സഞ്ചരിക്കുന്നവരുണ്ട്. ആ ഭൂരിപക്ഷം പേര് പറഞ്ഞപ്പം അവരതങ്ങ് കേട്ടു. ഇനി ചിലരങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്. അല്ലെ, ദൈവത്തെക്കാൾ വലുത് ഈ ലോകത്തിന്റെ ഭൂരിപക്ഷം അവർക്ക്. ലോകക്കാരൊക്കെ പറയുന്നതാണ് അവർക്ക് ആലോചന. കപ്പൽ അങ്ങോട്ട് വിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കത് ചിന്തിക്കാൻ സമയമില്ല. ചെന്ന് പോയത് മുഴുവൻ നാശത്തിലോട്ടാ. നമ്മൾ ആ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന 14, 15, 16, 17 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കപ്പലിന്റെ കൺട്രോള് പോകുന്നു, എഞ്ചിൻ ഓഫായി പോകുന്നു, കപ്പൽ നശിക്കുന്നു. 10-20 ദിവസത്തോളം വെയിലുമില്ല, കാറ്റുമില്ല, മഴയില്ല, മഞ്ഞുമില്ല, സൂര്യനും കാണാൻ മേലാതെ എഴുതിയിരിക്കുക, വലിയ പേമാരിക്കകത്തി എന്ന് അകപ്പെട്ടു. സ്തോത്രം. അകപ്പെട്ടു. അങ്ങനെ കയ്യിൽ എല്ലാ കൺട്രോളും പോയി. ദിവസങ്ങളോളം പട്ടിണിയായി, ദാരിദ്ര്യമായി. കപ്പലിനകത്തെ ചരക്കുകളെല്ലാം പുറത്തു കളഞ്ഞു. ഇഷ്ടം പോലെ അരിയും ഗോതമ്പും ഒക്കെ എല്ലാം എടുത്ത് പുറത്തു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്താ കാര്യം? ഓരെന്ന് പറഞ്ഞല്ലേ? ഹല്ലേലൂയ. ഗുരുത്തം പോയവരുടെ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. കപ്പൽ നശിച്ചു പോയി. അവസാനം പലകലൊക്കെ പിടിച്ച് കഷ്ടിച്ചാണ് ഇവര് രക്ഷപ്പെടുന്നത്. ഹല്ലേലൂയ പറഞ്ഞ്. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ട് ദൈവവൈതലേ, ദൈവാലോചനയും ദൈവത്തെയും ദൈവാരാധനയും മാറ്റിവെച്ചുള്ള പോക്ക് ആ വിജയത്തിനല്ല. മനസ്സിലായല്ലോ? സ്തോത്രം പറഞ്ഞ്. നമ്മൾ ഓർക്കുമോ ആരാധനയൊക്കെ നിസ്സാരം പോട്ടെന്നേ, പള്ളിയും പാസ്റ്ററും അതൊക്കെ പോട്ടെന്നേ, ഇതൊക്കെ ഇല്ലാതെ എത്രയോ പേര് ജീവിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതൊക്കെ ഇല്ലാതെ ഒത്തിരി പേര് ജീവിക്കുന്നു. അവരോട് ദൈവം ക്ഷമിക്കും. കാരണം അവർക്കൊന്നും അറിയാൻ മേലാതെ. പെട്ടകം പലസ്തീനയുടെ ഇടയിൽ ഇരുന്നപ്പോൾ അവർക്കൊന്നും പറ്റിയില്ല. പക്ഷെ ഇസ്രായേലിന്റെ നടുവിൽ വന്നപ്പോൾ ഒറ്റയടിക്ക് 20,000 പേര് മരിച്ചു. സ്തോത്രം. 20 വർഷം പെട്ടകം വരുന്ന വീട്ടിലെ ചെറുക്കൻ കയറി തൊട്ടപ്പോൾ അവൻ വഴി വീണ് ചത്തു. പലസ്തീൻ ഇത് കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ചെന്ന് എഴുതിയേക്കുന്നത്. 1 ശമൂവേൽ 5-ാം അധ്യായമൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. അവര് കൊണ്ടുപോയി റിമ്മോന്റെ ക്ഷേത്രത്തിൽ വെച്ചു. അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. ഈ മൂലക്കുരു എന്ന് പറഞ്ഞ രോഗം ഉണ്ടായി അവർക്ക്. പക്ഷെ ഇസ്രായേൽ തൊട്ടപ്പോൾ ചത്തു. എന്താ കാര്യം പറഞ്ഞാട്ടെ നിങ്ങളെ? അതിന്റെ കാര്യം, ഇസ്രായേലിന് ഉപദേശമുണ്ട്, മറ്റവർക്ക് ഉപദേശമില്ലാത്തവരാണ്. ഹല്ലേലൂയ പറഞ്ഞ്. ഇസ്രായേലിന് എന്തുണ്ട്? ദൈവത്തിന്റെ പ്രമാണമുണ്ട്, മറ്റവർക്ക് പ്രമാണമില്ലാത്തവരാ. അതുകൊണ്ട് പ്രമാണമില്ലാത്തവൻ ജീവിക്കുന്നത് പോലല്ല ഇതുള്ള നമ്മൾ ജീവിക്കേണ്ടത്. ഹല്ലേലൂയ പറഞ്ഞ്. നമ്മൾ ദൈവാലോചനയ്ക്ക് അനുയോജ്യമായി പോണം. അവരോട് ദൈവം ക്ഷമിക്കും. എന്തുകൊണ്ടാ? അറിവില്ലാത്തതുകൊണ്ട് കർത്താവ് ക്ഷമിക്കും. അവർക്ക് അറിയത്തില്ല. പെട്ടകത്തെ തൊടാൻ മേലെന്നുള്ള കാര്യം അവർക്കല്ല. പക്ഷെ യഹൂദനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, തൊട്ടു പോകരുത്, പുരോഹിതന്മാര് മാത്രമേ ഇത് ചുമക്കാവുള്ളെന്ന്. കാരണം ഇവന് പ്രമാണം കൊടുത്തിട്ടുണ്ട്, മറ്റവന് പ്രമാണമില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ദൈവവചനം അറിഞ്ഞ ദൈവവൈതലേ, നീ ദൈവഹിതത്തിനൊത്തവണ്ണം പോയില്ലെങ്കിൽ നിനക്ക് ദോഷമാണ്. സ്വത്രം. കാര്യം ക്ഷമിക്കത്തില്ലല്ലേ? സ്വത്രം പറഞ്ഞേ. അതുകൊണ്ട് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കിട്ടുന്ന സമയം പോലെ ഇനി നമുക്ക് വചനങ്ങൾ ചിന്തിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. എഴുന്നേറ്റ് നിന്നവരെല്ലാം കണ്ണടക്കുക, മുന്നോട്ട് കയറി നിൽക്കുക. എന്നിട്ട് ഇന്ന്